എറണാകുളം അങ്കമാലി അയ്യമ്പുഴയിൽ പനി ബാധിച്ച് മരിച്ച കുട്ടിയുടെ വീട്ടിലെ നായ്ക്ക് പേവിഷബാധയുണ്ടായിരുന്നു എന്ന് സംശയം. ചുള്ളി പടയാട്ടി വീട്ടിൽ ഷിജുവിൻ്റെ മകൾ ജലീറ്റയാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. കുട്ടിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അമൽ സുരേന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, പറയൂ. ഈ ശനിയാഴ്ചയാണ് കുട്ടി പനി ബാധിച്ച് മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിന് ശേഷം ഈ കുട്ടിയുടെ വീട്ടിൽ വളർത്തുനായ ഉണ്ടായിരുന്നു. ഈ വളർത്തുനായ 2 ആഴ്ചയ്ക്ക് മുൻപ് മരിച്ചിരുന്നു. പക്ഷെ അത് ആരും കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷെ ഈ വീടിനോട് ചേർന്നുള്ള അയൽപക്കത്തിൽ നായ കൂടി മരണപ്പെട്ട ഒരു സ്ഥിതിയിൽ ആ നായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നെന്ന് സ്ഥിരീകരിച്ച ഘട്ടത്തിൽ മാത്രമാണ് വീട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് നായയുടെ മൃതശരീരം പുറത്തെടുക്കുകയും പരിശോധിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ജഡം അഴുകിയ നിലയിലായതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ നായയുടെ അടക്കം സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഏതായാലും ഈ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അയൽപക്കത്തുണ്ടായിരുന്ന നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചുറ്റുപാടും ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന മൃഗങ്ങൾക്കെല്ലാം, പട്ടി, പൂച്ച അടക്കമുള്ള മൃഗങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രതിരോധ പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള കുത്തിവയ്പ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുമുണ്ട്. ഈ ശനിയാഴ്ച കുട്ടി മരിച്ചത് പനി ബാധിച്ചാണ്. ഏതായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. കുട്ടിക്ക് പേവിഷബാധ ബാധിച്ചിരുന്നോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചെല്ലാം ഇതുവരെയും നമുക്ക് വ്യക്തമായൊരു പ്രസ്താവന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നോ കുടുംബത്തിൽ നിന്നോ ലഭിച്ചിട്ടില്ല. ഇതിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ.